തൃശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികൾക്കും ഒട്ടേറെ രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദമായ വിലയിരുത്തലുകളിലേക്ക് വരും ദിവസങ്ങളിൽ നേതൃത്വം കടക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി.എൻ. പ്രതാപൻ നേടിയ വൻ വിജയത്തിന് ശേഷം ഇപ്പോഴാണ് ജില്ലയിലെ യു.ഡി.എഫ് നേതൃത്വം മനസ്സറിഞ്ഞ് ചിരിക്കുന്നത്. ലീഡർ കെ. കരുണാകരന്റെ തട്ടകമെന്ന് അഭിമാനിക്കുന്ന തൃശൂരിൽ തല ഉയർത്തി നിൽക്കാവുന്ന രാഷ്ട്രീയ വിജയം നേടാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. കോർപ്പറേഷൻ ഭരണത്തിൽ ആധികാരികമായി ആധിപത്യം പുലർത്താൻ കഴിഞ്ഞത് മുന്നണിക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നു. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും 2020-ലേതിനേക്കാൾ മുന്നേറാൻ കഴിഞ്ഞു. എന്നാൽ നഗരസഭകളിൽ പ്രതീക്ഷിച്ച നേട്ടമില്ല. ജില്ലാ പഞ്ചായത്ത് ഭരണവും അകന്നുനിന്നു. രാഷ്ട്രീയ വിധിയെഴുത്തായി കരുതപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ വോട്ട് കണക്ക് യു.ഡി.എഫ് നേതൃത്വത്തിന് വിശദമായി വിലയിരുത്തേണ്ടി വരും. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ ആഴത്തിൽ പരിശോധിക്കണമെന്ന ആവശ്യവും പരിഗണിക്കേണ്ടി വരും. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടത് തിരിച്ചടി അല്ലെന്നാണ് CPM വിലയിരുത്തൽ. കഴിഞ്ഞ തവണ ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് വിമതന്റെ പിന്തുണയോടെയാണ് ഭരണത്തിലേറിയത്. അതിനു മുൻപ് 2015-ൽ 2 സ്വതന്ത്രരെ ഒപ്പം നിർത്തിയാണ് ഭരണകാലാവധി തികച്ചത്. എങ്കിലും നഗരത്തിൽ BJPയുടെ വളർച്ച ഇടത് സ്വാധീനം നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും എണ്ണം കൊണ്ട് ഇപ്പോഴും UDF-നേക്കാൾ മുന്നിലാണെങ്കിലും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം അംഗീകരിച്ചുള്ള തിരുത്തലുകളിലേക്ക് ഇടത് നേതൃത്വം നീങ്ങും. 7 നഗരസഭകളിൽ 5 നിലനിർത്താൻ കഴിഞ്ഞതും ജില്ലാ പഞ്ചായത്ത് ഭരണം കൈവിട്ടു പോകാതെ കാത്തതും മുന്നോട്ടുള്ള രാഷ്ട്രീയ വഴികളിൽ LDF-ന് ആത്മവിശ്വാസം നൽകുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയ വിജയത്തിന്റെ ഊർജ്ജം കോർപ്പറേഷനിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയാത്തത് BJPക്ക് നിരാശ സമ്മാനിക്കുന്നു. അന്ന് 30 ഡിവിഷനുകളിൽ മുന്നിലെത്തിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറെ മാറ്റം വന്നു. ഒപ്പം നിന്ന സാമുദായിക ഘടകങ്ങൾ അകന്നുപോയി. ജയിച്ച ശേഷം സുരേഷ് ഗോപി ഉൾപ്പെട്ട വിവാദങ്ങൾ ഉലച്ചോ എന്നും ആലോചിക്കണം. എങ്കിലും 6-ൽ നിന്നും 8-ലേക്ക് സീറ്റുകളുടെ എണ്ണം ഉയർത്തിയെന്ന് ആശ്വസിക്കാമെന്ന് മാത്രം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏറെ ദൂരമില്ലാത്തതിനാൽ മുന്നണികൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. തദ്ദേശ ജനവിധി ചാലുകീറിയ രാഷ്ട്രീയ നിലത്ത് പതിരൊഴിഞ്ഞ വിത്തെറിഞ്ഞ് നേട്ടങ്ങളുടെ കതിർക്കറ്റകൾ കൊയ്തെടുക്കാൻ ഇനിയും ഏറെ വിയർപ്പൊഴിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് TCV.